ഹലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരാഴ്ച ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ച കൂദാശയുടെ അഭിഷേകത്തോട് ചേർന്നും ഈ നിമിഷം സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ആത്മായ സഹോദരങ്ങള് എല്ലാവരുടെയും പ്രാർത്ഥനയോട് ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കാം. നല്ല ദിവസം, നല്ല നിമിഷം സ്വന്തമാക്കാൻ നമ്മളിലെ നന്മയുള്ള നല്ല ചിന്തകൾ ഉണ്ടാകാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി സ്നേഹത്തോടെ എഫാത്ത ഗ്രൂപ്പിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മെസ്സേജിൽ നിങ്ങൾ ഇടുമ്പോൾ അന്നേരം തന്നെ നിങ്ങൾക്ക് മറുപടി തരാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ സമയം കിട്ടുമ്പോഴത് നോക്കി നിങ്ങൾക്ക് പ്രാർത്ഥനാപൂർവ്വം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കാൻ തമ്പുരാന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്നും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് സന്തോഷത്തോടെ പോകാനുള്ള ഒരു വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയാനായിട്ട് നമുക്ക് ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരും ഒത്തിരി തകർന്നൊരവസ്ഥയിൽ ഒത്തിരി ബിസിനസ് ചെയ്ത് നന്മ നിറഞ്ഞ നല്ല ജീവിതം നയിച്ചിട്ട് പെട്ടെന്ന് സാമ്പത്തിക തകർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ പല മക്കളും ആത്മഹത്യ, അതുപോലെ തന്നെ ജീവിതം എങ്ങനെ വഴിമുട്ടിപ്പോയൊരവസ്ഥ, അവിടെയെല്ലാം ആ ഒരു മേഖലയിലേക്ക് ചിന്തിച്ച് ഒത്തിരി നമ്മൾ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട് പല ആത്മഹത്യകളെ കുറിച്ചൊക്കെ. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയില് സ്വയം തന്നെ ജീവിതം നശിപ്പിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു മേഖലയ്ക്ക് സാത്താൻ കൊണ്ടുവന്ന ഈ ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് ഓരോ നിമിഷവും നമ്മുടെ ശങ്കോട് ചേർത്ത് പിടിച്ച് ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. എൻ്റെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ ദൈവത്തിന്റെ ഒരു സ്വരം വചനത്തിലൂടെ സ്വന്തമാക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞ് സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് തന്നിട്ട് ചേർത്ത് പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്കൊരു ആഹ്വാനം തന്നിട്ടാണ് ഈശോ സ്വർഗീയ പിതാവിന്റെ വലത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം നമ്മുടെ പ്രശ്നങ്ങളെ ഓരോ നിമിഷവും വിശ്വാസത്തിന്റെ നിറവിൽ ആ നിറവോടുകൂടി ആ കണ്ണോടുകൂടി കണ്ടാല് ലൂക്കായുടെ സുവിശേഷം തന്നെയുണ്ട് 1-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ തിരുവചനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ ഒരു ശക്തി നമ്മുടെ മേലില്, നമ്മുടെ കുടുംബത്തില്, സമൂഹത്തില് ഒക്കെ ആവസിക്കണമെങ്കിൽ, നിറഞ്ഞു നിൽക്കണമെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണം. ആ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു സ്വരം നമുക്ക് കേൾക്കാൻ പറ്റണം. പലപ്പോഴും തകർന്ന് കണ്ണുനീരിൽ കുതിർന്ന് നിൽക്കുന്ന ചില നിമിഷങ്ങളില് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്നൊരു ബോധ്യം ലൂക്ക 1:37 അഭിഷേകം പലപ്പോഴും എന്നെ പൊതിയുമ്പോഴാണ് എനിക്ക് അസാധ്യമായത് സാധ്യമാക്കി തരുന്ന ഒരു ദൈവം എൻ്റെ മുൻപിൽ നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ദൈവത്തിന് പറ്റും. ദൈവവിശ്വാസത്തോടുകൂടി നമുക്ക് പോയാൽ നമുക്ക് പറ്റും. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ സ്നേഹിക്കണം, ദൈവവചനത്തെ നമ്മൾ ധ്യാനിക്കണം, ദൈവവചനത്തെ നമ്മൾ ധരിക്കണം. ഈ ഒരു നിമിഷത്തില് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്നും സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് പ്രാർത്ഥന ഞാൻ അയക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് നിറയുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ഈ ഒരു സ്വരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഈ സ്വരത്തിലൂടെ നിങ്ങളുടെ എല്ലാവരും പ്രശ്നങ്ങളെ പരിഹരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഏറെ സ്നേഹത്തോടെ നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ അസാധ്യമായ ഏത് കാര്യമാണെങ്കിലും ഇന്ന് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു. നിമിഷങ്ങൾക്കകം തമ്പുരാന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ആ ഒരവസ്ഥയിൽ നിന്ന്, വെറുപ്പിന്റെ മേഖലയിൽ നിന്ന്, വിദ്വേഷത്തിന്റെ വേരുകളൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് നമ്മൾ വേദനിപ്പിച്ച ഏത് തരം വ്യക്തികളായിക്കോട്ടെ അവരെ ഒന്ന് മാറ്റി തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ദൈവത്തിന്റെ മുമ്പിൽ ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ചാല്, ക്ഷമിച്ച് പ്രാർത്ഥിച്ചാല് നിന്റെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും. അവിടെയാണ് ലൂക്ക 1:37 നമ്മളിലെ വചനം മാംസം ധരിക്കുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ ഒരു ബോധ്യം മാത്രം മതി. ഭീകരമായ കടബാധ്യതയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നീയെങ്കിലും ജീവിത പ്രശ്നങ്ങൾ, പലപ്പോഴും മദ്യപാനിയായ ജീവിത പങ്കാളി, പ്രശ്നക്കാരായ മക്കള്, കലഹങ്ങൾ സൃഷ്ടിക്കുന്ന മാതാപിതാക്കൾ, ഏതുതരം പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ട്
രണ്ടേ രണ്ട് വചനം നിങ്ങളിത് സ്വന്തമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മനോഹരമാക്കാൻ പറ്റും. ഇന്ന് ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയ്ക്കുമ്പോൾ വിശ്വാസത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ആഴക്കടലിലെ ഓരോ നിമിഷവും സഹായിക്കാൻ ആരുമില്ലാതിരുന്ന സമയത്തൊക്കെ എന്നെ ശക്തിപ്പെടുത്തിയ തിരുവചനങ്ങളാണിത്. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പറയണം, പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റാതെ ആ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഗ്നി ഒരു കൊടുങ്കാറ്റായിട്ട് ഈ പ്രശ്നത്തിന്റെ മേൽ വ്യാപരിക്കണമേ. ശാന്തമായിട്ട് ലൂക്ക 1:37 വിശ്വസിക്കണം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. എനിക്ക് അസാധ്യമാണ് ദൈവമേ ഈ ഒരു കാര്യം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ ജീവിതത്തില് അസാധ്യമായ കാര്യം സാധ്യമാക്കാൻ ലൂക്ക 1:35 അഭിഷേകം എന്നിലേക്ക് നിറച്ച് ലൂക്ക 1:37 എന്നെ നയിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ഈ രണ്ട് വചനവും നിങ്ങൾ മനഃപ്പാഠമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചാൽ പരാജയപ്പെട്ട നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉയർച്ച, ഒരു ഉന്നമനം നിനക്ക് കാണാൻ പറ്റും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.